യൗസേപ്പ് പിതാവിനെ കുറിച്ചുള്ള നമ്മുടെ ധ്യാന ചിന്തകൾ തുടരാം. ഇന്നേ ദിവസം നാം ധ്യാനിക്കുന്നത് വിശുദ്ധ യൗസേപ്പ് പിതാവ് കുടുംബ ജീവിതത്തിൻ്റെ മധ്യസ്ഥൻ എന്നുള്ള സത്യത്തെക്കുറിച്ചാണ്. അതായത് ഫ്രാൻസിസ് മാർപ്പാപ്പ പാത്രീസ് കോർദയിൽ പറയുന്നത് വിശുദ്ധ യൗസേപ്പ് പിതാവ് എന്ന കുടുംബനാഥൻ്റെ സവിശേഷതകൾ ആയി പരിശുദ്ധ പിതാവ് പറയുന്നത് വാത്സല്യമുള്ള പിതാവ്, അലിവുള്ള പിതാവ്, ധീരനായ പിതാവ്, അധ്വാനശീലനായ പിതാവ്, നീതിമാനായ പിതാവ്, സ്വർഗസ്ഥനായ പിതാവിൻ്റെ നിഴലായ പിതാവ് തുടങ്ങിയ ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ കുടുംബജീവിതത്തിൻ്റെ മഹത്വമായി അവതരിപ്പിക്കുന്നുണ്ട് എന്നുള്ള സത്യം നമുക്ക് തിരിച്ചറിയാം. യൗസേപ്പ് പിതാവിൻ്റെ കുടുംബത്തിൻ്റെ പേരാണ് തിരുക്കുടുംബം എന്ന്. അതായത് സ്വന്തം കുടുംബത്തെ തിരുക്കുടുംബമാക്കി മാറ്റാൻ നിങ്ങളിലെ ഏതെങ്കിലും ഒരു ഭർത്താവോ ഭാര്യയോ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ യൗസേപ്പ് പിതാവിനെ അനുകരിച്ചാൽ മതി എന്നാണ് പരിശുദ്ധ പിതാവ് നമുക്ക് മാർഗനിർദ്ദേശം തരിക. അതായത് യൗസേപ്പ് പിതാവിൻ്റെ കുടുംബം തിരുക്കുടുംബമാണ് എന്ന് പറയുമ്പോൾ അതൊരു പ്രശ്നങ്ങളുമില്ലാത്ത കുടുംബം എന്നാരും തെറ്റിദ്ധരിക്കരുത്. വലിയ പ്രശ്നങ്ങൾ ആ വീട്ടിലുണ്ടായിരുന്നു. ഒരു കുടുംബം തകരാൻ പോരുന്ന പ്രശ്നങ്ങളുടെ പരകോടിയായ പ്രശ്നം യൗസേപ്പിൻ്റെ കുടുംബത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ആ പ്രശ്നമെന്ന് ചോദിച്ചാൽ, വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്ന തൻ്റെ പ്രതിശ്രുത വധുവിൻ്റെ ഉദരത്തിൽ ആരാൻ്റെ കുഞ്ഞ് വളരുന്നു. ഇതാണ് ആ പ്രശ്നം. അതൊരു ചെറിയ പ്രശ്നമല്ല എന്ന് കുടുംബജീവിതക്കാരായ നിങ്ങൾക്കെല്ലാവർക്കും അറിവുള്ള വസ്തുത. അതെന്തോ ഒരു വലിയ പ്രശ്നമാണ്. ഒരു കുടുംബം തകരാൻ അതിനേക്കാളും വലിയ ഏത് പ്രശ്നമാണ്? ഇപ്പം അത് പോകണ്ട, ഏറ്റവും നിസ്സാരമായ പ്രശ്നങ്ങൾക്ക് പോലും കുടുംബജീവിതം തകർക്കുന്ന മനുഷ്യരുടെ ഇടയിൽ യൗസേപ്പ് പിതാവ് എന്ന വലിയ മനുഷ്യൻ ചെയ്തത് എന്താണ്? അവൻ തൻ്റെ ജീവിത പങ്കാളി അപമാനിതയാകാൻ ഇഷ്ടപ്പെടാത്തവനായിരുന്നു. ഒരു കുടുംബത്തെ തിരുക്കുടുംബമാക്കുന്ന സുന്ദരമായ ചിന്തയാണത്. ജീവിത പങ്കാളിക്ക് അപമാനകരമായ ഒരു വാക്കുപോലും എൻ്റെ വായിൽ നിന്ന് വരില്ല എന്ന് നിങ്ങളിൽ ഏതൊരു ഭർത്താവാണോ ഭാര്യയാണോ ചിന്തിക്കുന്നത്, സത്യമായും നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ തിരുക്കുടുംബമാക്കി തീർക്കുന്ന വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കുക. കുടുംബത്തെ തിരുക്കുടുംബമാക്കി തീർക്കുന്ന വ്യക്തികൾ തൻ്റെ ജീവിത പങ്കാളിക്ക് അപമാനകരമായതൊന്നും സംഭവിക്കാൻ പാടില്ല. ഈ അടുത്ത നാളിൽ ഒരു ചേട്ടൻ, അദ്ദേഹം കുറേ പ്രായമായ മനുഷ്യനാണ്, അദ്ദേഹം വന്ന് എന്നോട് സംസാരിക്കവേ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ നന്മയാണ് എന്നോട് പങ്കുവച്ചത്. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ നന്മ എന്ത് എന്ന് ചോദിച്ചാൽ, ഈ ചേട്ടൻ്റെ അപ്പൻ, അതായത് ഈ അമ്മയുടെ ഭർത്താവ് ഒരു ക്രൂരനായിരുന്നു, മദ്യപാനി. മദ്യപിച്ച് വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കുക, ഭാര്യയെ ആഞ്ഞു തല്ലുക, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ വിനോദങ്ങളായിരുന്നു. എന്നോട് സംസാരിക്കുന്ന ഈ ചേട്ടൻ 10-18 വയസ്സായ ഒരു കാലത്ത് ഈ അപ്പൻ വന്ന് അമ്മയെ അടിച്ച് അമ്മയുടെ വായിൽ നിന്ന് പല്ല് താഴെ വീണു. അപ്പോൾ പ്രായപൂർത്തിയായ മകൻ്റെ വീര്യം അവൻ പ്രകടമാക്കി. അവൻ അപ്പൻ്റെ കൈക്ക് കയറി പിടിച്ചു. ഇനി മേലാൽ അമ്മയെ തല്ലാൻ പാടില്ല എന്ന് പറഞ്ഞു. ഉടനെ അമ്മ ഈ മകനെ ശാസിച്ചുകൊണ്ട് പറഞ്ഞു, വിടറാ കയ്യെന്ന്, നിൻ്റെ അപ്പൻ്റെ കൈക്ക് പിടിക്കാൻ മാത്രം നീ വളർന്നോടാ. എൻ്റെ ഭർത്താവ് എന്നെ തല്ലിയാൽ അത് ചോദ്യം ചെയ്യാൻ നീ ആരാ? മാറി നിൽക്കടാ അവിടെ എന്ന് പറഞ്ഞ് അമ്മ ഈ മകനെ വഴക്ക് പറഞ്ഞിറക്കി വിട്ടു എന്നത് ഈ അപ്പൻ എന്നോട് അത്ഭുതത്തോടെ പറയും. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, എൻ്റെ പിതാവേ, എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ അമ്മ സ്വർഗത്തിൽ പോയ ഒരു വിശുദ്ധ തന്നെയാണ്. ഞാൻ ഈ സംഭവത്തെ വിധിക്കാനോ വിലയിരുത്താനോ വേണ്ടി പറയുന്നതല്ല. ഇത്തരം കാടത്തവും തെമ്മാടിത്തവും കാണിക്കാൻ ഒരു ഭർത്താവിനും അധികാരമില്ല, അവകാശവുമില്ല. ഇങ്ങനെ ചുമ്മാ നിന്ന് തല്ലുകൊള്ളാൻ ഒരു ഭാര്യയെയും ദൈവം നിയോഗിച്ചിട്ടുമില്ല. ആ സത്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പറയട്ടെ, ഈ അമ്മ ശരിക്കും യൗസേപ്പ് പിതാവിൻ്റെ ആധ്യാത്മികത ജീവിക്കുന്നു. ഗതികേടിൻ്റെ സഹനമല്ലത്, മറിച്ച്
ജീവിത പങ്കാളിയുടെ സൽപ്പേരിന്, ആത്മാഭിമാനത്തിന് കളങ്കം വരുത്തുന്നതൊന്നും ഞാൻ പ്രവർത്തിക്കില്ല എന്ന നിർബന്ധ ബുദ്ധിയുടെ ഒരു നിലപാടുണ്ട്. ആ നിലപാടിനെ നാം വിശുദ്ധ യൗസേപ്പിൻ്റെ ആധ്യാത്മികത എന്ന് വിളിക്കും. ഞാൻ മൂലം, എൻ്റെ വാക്കുമൂലം, എൻ്റെ പ്രവൃത്തി മൂലം എൻ്റെ ജീവിത പങ്കാളിയുടെ ഒരു തുള്ളി ചോര പോയിട്ട് ഒരു തുള്ളി കണ്ണുനീര് പോലും ഈ കുടുംബത്തിൽ വീഴ്ത്താൻ ഞാൻ അനുവദിക്കില്ല എന്ന നിർബന്ധ ബുദ്ധി നിങ്ങളിലെ ഏതൊരു ഭർത്താവിനുണ്ടോ, ഏതൊരു ഭാര്യയ്ക്കുണ്ടോ, സത്യമായും നിങ്ങളുടെ കുടുംബം തിരുക്കുടുംബമായി തീരും എന്ന് പരിശുദ്ധ പിതാവ് നമുക്ക് മുന്നറിയിപ്പ് തരികയും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങൾ തിരുക്കുടുംബമായി തീരാത്തതിൻ്റെ കാരണം അവിടെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ടല്ല, മറിച്ച് ആ പ്രശ്നങ്ങളെ വിശുദ്ധ യൗസേപ്പ് സമീപിച്ചതുപോലെ സമീപിക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് എന്ന് നാം തിരിച്ചറിയുക. രണ്ടാമതായി പരിശുദ്ധ പിതാവ് പറയുന്നത്, വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ മനോഭാവം, അദ്ദേഹത്തിൻ്റെ ഹൃദയം നിറയെ വാത്സല്യമുള്ള ഒരു പിതാവായിരുന്നു. മക്കളെ അഗാധമായി സ്നേഹിക്കുന്ന മാതാപിതാക്കൾ ഉള്ള കുടുംബത്തിന് തിരുക്കുടുംബമായി തീരാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇന്ന് നമ്മുടെ മക്കൾ നമ്മുടെ കുടുംബങ്ങളിൽ യഥാർത്ഥത്തിൽ സ്നേഹിക്കപ്പെടുന്നുണ്ടോ, പരിഗണിക്കപ്പെടുന്നുണ്ടോ എന്നുള്ള ആത്മശോധന പ്രസക്തമാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ ഒന്നല്ലെങ്കിൽ രണ്ട് പറഞ്ഞ് വഴക്കുണ്ടാക്കി ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി മക്കളെക്കുറിച്ച് ചിന്തയില്ലാതെ പെട്ടെന്ന് വിവാഹമോചനം നേടി വേർപിരിഞ്ഞു പോകുമ്പോൾ പ്രിയപ്പെട്ട ദമ്പതിമാരെ, ആ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന അന്തസംഘർഷങ്ങൾ നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ പിടിവാശികളെക്കുറിച്ച്, നിങ്ങളുടെ നിർബന്ധ ബുദ്ധികളെക്കുറിച്ച്, അതിനെന്തെല്ലാം ന്യായീകരണം പറയാനുള്ളപ്പോഴും നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ സങ്കടങ്ങൾ തിരിച്ചറിയുന്നവരാണ്. പത്രങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, പലപ്പോഴും മുലകുടി മാറാത്ത കുഞ്ഞിനെ ഉപേക്ഷിച്ച് കാമുകനോടൊപ്പം ഭാര്യ ഓടിപ്പോയി എന്നൊക്കെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ ഈ യൗസേപ്പ് പിതാവ് എന്ന വാത്സല്യനിധിയായൊരു പിതാവ് തൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കുവാൻ വേണ്ടി, ജീവിത പങ്കാളിയെ സംരക്ഷിക്കുവാൻ വേണ്ടി ആ മനുഷ്യൻ നടത്തിയ അലച്ചിലുകൾ, കഷ്ടതകൾ, സഹനങ്ങൾ, നിസ്സാര കാര്യത്തിന് വേണ്ടി കുടുംബജീവിതത്തിൻ്റെ ബന്ധങ്ങൾ മറക്കുന്ന, ദൈവനിയോഗങ്ങൾ വിസ്മരിക്കുന്ന സകലർക്കും മുൻപിൽ ഒരു ചോദ്യചിഹ്നമായി മാറേണ്ടതുണ്ട് എന്ന് പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കുക. വാത്സല്യനിധിയായി പിതാവ് നമ്മുടെയും ജീവിതത്തിൽ സമാനമായ വാത്സല്യങ്ങൾ നമ്മുടെ മക്കളോട് നമുക്ക് ആവശ്യമുണ്ട് എന്ന് പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങൾ തിരിച്ചറിയണം. മക്കൾ മാതാപിതാക്കളിൽ നിന്ന് ദൈവപിതാവിൻ്റെ സ്നേഹം അറിയണം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം അവതരിച്ച ദൈവപുത്രൻ അറിഞ്ഞത് ഈ യൗസേപ്പ് പിതാവിൻ്റെ സ്നേഹത്തിൽ നിന്നാണ്. എത്രമേൽ നിഷ്കളങ്കവും പ്രതിഫലേച്ഛ കൂടാതെയുമാണ് ദൈവം സ്നേഹിക്കുന്നത് എന്ന് ഈശോ വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ ജീവിതത്തിൽ നിന്ന് സത്യമായും പഠിച്ചു. ഈ കുഞ്ഞ് തൻ്റേതല്ല എന്ന പൂർണ്ണ അറിവോടുകൂടി യൗസേപ്പ് പിതാവ് ആ മകന് വേണ്ടി നടത്തുന്ന അലച്ചിലുകൾ, പ്രിയപ്പെട്ടവരെ, മാർപ്പാപ്പ ഓർമ്മിപ്പിക്കുകയാണ്, ഒരു കുടുംബജീവിതത്തിൽ ഇപ്രകാരം വാത്സല്യമുള്ള മാതാപിതാക്കൾ ആവശ്യമുണ്ട്. ഈ വാത്സല്യത്തിൻ്റെ കുറവ് നമ്മുടെ കുഞ്ഞുങ്ങളെ അരക്ഷിതാവസ്ഥയിൽ എത്തിക്കുന്നു. നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ കുഞ്ഞുങ്ങൾ പീഡനങ്ങൾക്ക് ഇരയായിത്തീരുന്നതിൻ്റെ വാർത്തകൾ വായിക്കുമ്പോൾ യൗസേപ്പ് പിതാവിൻ്റെ വാത്സല്യമുള്ള പിതൃഹൃദയത്തെ നാം ഈ കാലഘട്ടത്തിൽ മറ്റേതൊരു കാലത്തേക്കാളും ആഗ്രഹിക്കണം, അത് പ്രവൃത്തിപഥത്തിലെത്തിക്കാൻ പരിശ്രമിക്കണം എന്ന സത്യം മറക്കരുത്. മൂന്നാമതായി പരിശുദ്ധ പിതാവ് പറയുന്നത്, യൗസേപ്പ് പിതാവിനെ പോലെ ഉള്ള ഹൃദയം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് അലിവുള്ള ഹൃദയം മാതാപിതാക്കൾക്കുണ്ടാകണം എന്നാണ്. അലിവുള്ള ഹൃദയം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മക്കളെ മനസ്സിലാക്കാൻ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങൾക്ക് കഴിയണം. നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ
ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായി വർത്തിക്കണം എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളോട് അവരുടെ ഹൃദയ രഹസ്യങ്ങൾ പറയുന്നില്ല എന്ന പരാതി നിങ്ങൾക്കുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം ഒന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ ഹൃദയ രഹസ്യങ്ങളും തുറന്നു പറയാൻ പറ്റുന്ന സൗഹൃദം നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളോടില്ല. അത് ഒരു നിമിഷം കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നതല്ല. ചെറുപ്പം മുതലേ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അടുത്ത കൂട്ടുകാരിയായി വർത്തിച്ചുകൊണ്ട് നിങ്ങൾ അവരിൽ ആർജിച്ചെടുക്കുന്നൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിലൂടെയാണ് അത് രൂപപ്പെടുന്നത്. പലപ്പോഴും പല പ്രണയബന്ധങ്ങളിൽ കുരുങ്ങി ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ചെറുപ്പക്കാർ സങ്കടങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ഞാനിത് പലപ്പോഴും ചെറുപ്പക്കാരോട് ചോദിച്ചിട്ടുള്ളത്, യുവജനങ്ങളോട്, നീ എന്തിയെ ഈ കാര്യം ആദ്യമേ നിൻ്റെ അപ്പനോടോ അമ്മയോടോ ഒന്ന് പറയാതിരുന്നത്? അതല്ല ഇത്രയും കൈവിട്ടു പോയ പ്രശ്നങ്ങൾ. പലപ്പോഴും എനിക്ക് കിട്ടിയിട്ടുള്ള ഉത്തരം ഇതാണ്, ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പിതാവെ അപ്പനോട് പറയാൻ പറ്റുക, അല്ലെ അമ്മയോട് പറയാൻ പറ്റുക? എന്തേ പറഞ്ഞാൽ? പ്രിയപ്പെട്ട യുവജനങ്ങളെ, നിങ്ങളെ ഏറ്റവും അധികം അറിയുന്നതും നിങ്ങളെ മനസ്സിലാക്കുന്നതും നിങ്ങളുടെ മാതാപിതാക്കളാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഏതെങ്കിലും അബദ്ധം പറ്റിയാൽ, തെറ്റ് പറ്റിയാൽ, അവരുടെ ജീവിതത്തിൽ നിങ്ങൾ വിചാരിക്കുന്നതിന് വിപരീതമായ വഴിയെ അവർ നടന്നുപോയി എങ്കിൽ നിങ്ങൾക്ക് അല്ലാതെ മറ്റാർക്കാണ് നിങ്ങളുടെ കുഞ്ഞിനെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക? എല്ലാ വിഷയത്തിനും +2 A+ മേടിച്ച് വലിയ പ്രതീക്ഷയോടെ ഇല്ലാത്ത കാശുണ്ടാക്കിക്കൊണ്ട് ഏറ്റവും പ്രസിദ്ധമായ കോളേജിൽ കൊണ്ടുപോയി അഡ്മിഷൻ മേടിച്ചു കൊടുത്ത ഒരു അപ്പൻ എന്നോട് ഈ അടുത്ത കാലത്ത് സങ്കടം പറഞ്ഞു തൻ്റെ മകനെക്കുറിച്ച്. അവൻ അവിടെ പോയി ജീവിതം ചുമ്മാ വലിച്ചു കീറിക്കളഞ്ഞു. അതാണ് അപ്പൻ്റെ സങ്കടം. അവൻ മയക്കുമരുന്ന് ഉപയോഗിക്കാൻ തുടങ്ങി, തെറ്റായ ബന്ധങ്ങളിൽപ്പെട്ടു, അവൻ പരീക്ഷ എഴുതുന്നേയില്ല. ഞാൻ എന്തിനി ജീവിക്കണം? എനിക്കങ്ങനെ ഒരു മകനേ ഇല്ല എന്ന് ഞാൻ ചിന്തിക്കും. ഞാൻ അപ്പനോട് പറഞ്ഞു, അങ്ങനെ ചിന്തിക്കാൻ അപ്പനെ കൊണ്ട് പറ്റുമോ? ഒരിക്കലും സാധിക്കില്ല. കാരണം എന്താണ്? നിങ്ങളുടെ മക്കളെ നിങ്ങൾ അത്ര കണ്ട് സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വേറൊരു അപ്പൻ 7 കൊല്ലമായി മകളോട് മിണ്ടുന്നില്ല. കാരണം എന്ത് എന്ന് ചോദിച്ചാൽ, അപ്പൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി വേറൊരുത്തൻ്റെ കൂടെ, ഒരു അന്യമതസ്ഥൻ്റെ കൂടെ ആ മകൾ ഒളിച്ചുപോയി. അങ്ങനെ അവർ വിവാഹം കഴിച്ച് കുടുംബജീവിതമായി ജീവിക്കുന്നു. ആ മകൾക്ക് ആഗ്രഹമുണ്ട് ഈ അപ്പനെ ഒന്ന് കാണണം, അപ്പനോടൊന്ന് ഫോൺ വിളിക്കുകയും ചെയ്യണം. പക്ഷേ അപ്പൻ അതിനെ സമ്മതിക്കുക. ഈ അപ്പനെ ഒരു നാൾ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ വാശിയും കൊണ്ട് നടക്കുക? ഏതാണേലും ഇത്രയായി ഇതുവായി, ഇനി സൗഹൃദത്തിൽ ജീവിച്ചുകൂടും. ആ അപ്പൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്ന ഞാൻ കണ്ടു. എനിക്കും ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല പിതാവേ, പക്ഷേ എന്നാ ചെയ്യാൻ? ഞാൻ ഈ ജീവിതത്തിൽ ഇനി അവളോട് മിണ്ടിയേല എന്നങ്ങ് തീരുമാനമെടുത്തു. അങ്ങനെ അനാവശ്യ തീരുമാനം എന്തിനെടുക്കുന്നു? നമ്മളെ ഭാരപ്പെടുത്തുന്ന ഇത്തരം തീരുമാനങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല. അതാണ് പരിശുദ്ധ പിതാവ് പറയുന്നത്, ഒരപ്പൻ്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ അലിവുള്ള ഹൃദയമാകണം. മക്കൾക്ക് തെറ്റുപറ്റാം, അവർക്ക് കുറവുകളുണ്ടാകാം, വീഴ്ചകൾ സംഭവിക്കാം. അവരെ മനസ്സിലാക്കാൻ, അവരായിരിക്കുന്ന അവസ്ഥയിൽ അവനെ സ്വീകരിക്കാൻ, ധൂർത്തപുത്രൻ പന്നിക്കുഴിയിൽ നിന്ന് കയറി വന്ന അവസ്ഥയിൽ അവനെ സ്വീകരിക്കുന്ന ഒരു പിതാവിൻ്റെ ഹൃദയം, അതാണ് തിരുക്കുടുംബമാക്കി മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങളുടെ കുടുംബത്തിൻ്റെ നാഥനും നാഥയുമായിരിക്കുന്ന മാതാപിതാക്കളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്ന ഹൃദയം എന്ന് പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഗൗരവമായി മനസ്സിലാക്കുക. വീണ്ടും മാർപ്പാപ്പ സൂചിപ്പിക്കുകയാണ്, യൗസേപ്പ് പിതാവ് ധീരനായൊരു പിതാവായിരുന്നു. ധീരനായ പിതാവാണ് എന്ന് പറഞ്ഞാൽ തൻ്റെ ജീവിതത്തിൽ ഈ വഴിയെ പോയാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് യൗസേപ്പിന് ഒരു പിടിയുമില്ല. കാരണം താൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന ഈ ജീവിത പങ്കാളി മറ്റൊരു കുഞ്ഞിൻ്റെ അമ്മയാണ്. അവളോടൊത്തുള്ള ജീവിതം തൻ്റെ ജീവിതത്തിൽ വരുത്തുവാൻ പോകുന്ന പ്രതിസന്ധികൾ ഏതൊക്കെ എന്ന് യൗസേപ്പ് പിതാവ് തലപുകഞ്ഞാലോചിച്ചില്ല. മറിച്ച് യൗസേപ്പ് പിതാവ് ധീരമായി
ദൈവഹിതം നിറവേറ്റുവാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടു എന്ന സത്യം പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കുക. ഒരു കുടുംബത്തിൻ്റെ സംരക്ഷണയ്ക്ക് വേണ്ടി എന്തുമാത്രം ത്യാഗങ്ങളാണ് എടുക്കുന്നത്. തൻ്റെ മക്കളുടെ സുസ്ഥിതിക്ക് വേണ്ടി, അവരുടെ ജീവിതത്തിൽ ഒരു സങ്കടം വരാതിരിക്കുവാൻ വേണ്ടി, അവരെ ആരും ആക്രമിക്കാതിരിക്കുവാൻ വേണ്ടി ഓരോ അപ്പന്മാരൊക്കെ എടുക്കുന്ന ധീരമായ നിലപാടുകൾ, ധീരമായ ചുവടുവയ്പ്പുകൾ. തൻ്റെ മക്കളെ ആരെങ്കിലും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ തങ്ങളുടെ മക്കളുടെ ജീവിതം തകർക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുവെങ്കിൽ തൻ്റെ അരക്ഷിതാവസ്ഥകളും അനാരോഗ്യവും നിസ്സഹായതയും ഒന്നും വകവയ്ക്കാതെ അവരോട് കലഹത്തിനിറങ്ങുന്ന മാതാപിതാക്കളെ പലപ്പോഴും നാം കണ്ടുമുട്ടുന്നുണ്ട്. എവിടുന്ന് ഈ മനുഷ്യന് ഈ ധീരത കിട്ടി എന്ന് ചോദിച്ചാൽ, ഒരപ്പൻ്റെ ഹൃദയം ധീരതയാർന്ന ഹൃദയമാണ്. എന്തിനാ ധീരത എന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ടവരെ, തൻ്റെ കുടുംബത്തിൻ്റെ സുസ്ഥിതിക്ക് വേണ്ടിയാണ് ആ മനുഷ്യനെ ദൈവം അത്ര കണ്ട് ധീരനാക്കിയിരിക്കുന്നത്. ഈ ധീരത ഇല്ലാതെ ജീവിക്കുന്ന അപ്പന്മാർ ഈ കാലഘട്ടത്തിലുണ്ട്, അമ്മമാരുണ്ട് എന്നത് സത്യമാണ്. മദ്യപാനത്തിന് അടിപ്പെട്ടു പോയ ഒരു അപ്പൻ ധീരത നഷ്ടപ്പെടുത്തിയ അപ്പനാണ്. നീ എങ്ങനെയാണ് നിൻ്റെ ധീരത വെളിപ്പെടുത്തേണ്ടത് എന്ന് ചോദിച്ചാൽ, നീ സത്യമായും ആ മദ്യത്തെ ഉപേക്ഷിച്ചുകൊണ്ട് നിൻ്റെ കുടുംബത്തിന് വേണ്ടി ജീവിക്കാൻ സന്നദ്ധമാകുമ്പോൾ നീ ധീരനായൊരു പിതാവായി തീരുക, ധീരനായൊരു അപ്പനാണ്. ജീവിത പങ്കാളിയെക്കുറിച്ച് നിനക്ക് പരാതിയുണ്ട്, എല്ലാം വലിച്ചെറിഞ്ഞേച്ചിട്ട് ഇട്ടെറിഞ്ഞ് പോകാം. പ്രിയപ്പെട്ട സഹോദരി, ദൈവം നിന്നോട് കൂടുതൽ ധീരയാകാൻ ആവശ്യപ്പെടുകയാണ്. എന്തിനു വേണ്ടിയാണ്? ഈ ധൈര്യം നമ്മുടെ കുടുംബത്തിൻ്റെ തകർച്ച ഒഴിവാക്കാൻ ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കുക. യോസേപ്പ് പിതാവ് എന്ന ആ ധീരനായ മനുഷ്യനെക്കുറിച്ച് ഗൗരവബുദ്ധിയ നമ്മൾ ചിന്തിക്കണം. വീണ്ടും പരിശുദ്ധ പിതാവ് പറയുകയാണ്, ഒരു കുടുംബം തകരാതിരിക്കണമെങ്കിൽ അധ്വാനശീലനായ വ്യക്തിയായിരിക്കണം കുടുംബത്തിൻ്റെ നാഥനും നാഥയുമായി വർത്തിക്കുന്നത്. കഠിനാധ്വാനം ചെയ്തെങ്കിൽ മാത്രമേ കുടുംബത്തെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അലസത, ഉദാസീനത കൊണ്ട് പല കുടുംബങ്ങളും ദൈവം ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിൽ, വിജയത്തിൽ, ഐശ്വര്യത്തിൽ, അനുഗ്രഹത്തിൽ എത്തിയിട്ടില്ല എന്നുള്ളത് സത്യമാണ്. പലരും പലവിധ തിന്മകൾക്ക് മുഴുകി അലസരായി ജീവിക്കുന്ന വ്യക്തികൾ അവരെ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമുള്ള കുടുംബജീവിതത്തിൻ്റെ ലക്ഷ്യത്തിൽ അവരെത്തുന്നില്ല എന്ന സത്യം തിരിച്ചറിയുക. യോസേപ്പ് പിതാവ് തൊഴിലാളികളുടെ മധ്യസ്ഥനായതുകൊണ്ട് മറ്റൊരു ദിവസത്തിൽ തൊഴിലിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നാം ധ്യാനിക്കും എന്നുള്ളതിനാൽ ഈ അധ്വാനത്തെക്കുറിച്ച് കൂടുതൽ ഇപ്പോൾ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നില്ല. വീണ്ടും പരിശുദ്ധ പിതാവ് പറയുകയാണ്, നീതിമാനായ പിതാവായിരുന്നു യോസേപ്പ് പിതാവ്. നീതി മറന്ന് കുടുംബജീവിതം നയിക്കരുത് എന്ന് പറഞ്ഞാൽ എന്താണ്? കുടുംബത്തിൽ വലിയ അന്യായങ്ങൾ, അനീതികൾ സംഭവിക്കാൻ പാടില്ല. അവരന് അവകാശപ്പെട്ട, അന്യന് അവകാശപ്പെട്ടത് സ്വന്തമാക്കാനുള്ള വ്യഗ്രത ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ പാടില്ല. കള്ളത്തരം കാണിച്ച്, കരിഞ്ചന്ത നടത്തി, അല്ലെങ്കിൽ അന്യായ പലിശ വാങ്ങി, ദൈവത്തിന് നിരക്കാത്ത വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട്, മദ്യത്തിൻ്റെ പേരിൽ പണം സമ്പാദിച്ച്, അല്ലെങ്കിൽ തിന്മയുടെ മാർഗങ്ങളിൽ മറ്റുള്ളവരുടെ ജീവിതം തകർക്കുന്ന ബിസിനസ്സുകളിൽ ഏർപ്പെട്ടുകൊണ്ട് നാം സമ്പാദിച്ചു കൂട്ടുന്നതൊന്നും നമുക്കോ നമ്മുടെ വരും തലമുറകൾക്കോ പ്രയോജനപ്പെടില്ല എന്ന സത്യം. നീതി പ്രവർത്തിക്കുക, അത് പരമപ്രധാനമായൊരു സത്യമാണ്. എന്താണ് നീതി എന്ന് ചോദിച്ചാൽ 15-ാം സങ്കീർത്തകൻ അതിനുത്തരം പറയും, കർത്താവേ, നിൻ്റെ കൂടാരത്തിൽ ആര് വസിക്കും? നിൻ്റെ വിശുദ്ധഗിരിയിൽ ആര് വിശ്രമിക്കും? കറകൂടാതെ ജീവിക്കുന്നവൻ, നീതി പ്രവർത്തിക്കുന്നവൻ, ഹൃദയത്തിൽ സത്യമുള്ളവൻ, നാവുകൊണ്ട് വഞ്ചിക്കാത്തവൻ, സഹോദരനോട് തിന്മ ചെയ്യാത്തവൻ, അന്യായ പലിശ വാങ്ങാത്തവൻ, നിർദോഷിക്കെതിരായി കൈക്കൂലി വാങ്ങാത്തവൻ, ഇങ്ങനെ ജീവിക്കുന്നവൻ നീതിമാനാകുന്നു, അവൻ ഒരിക്കലും ഇളകുകയില്ല.
നീതിമാൻ്റെ പ്രത്യേകതയാണ്. അതായത് കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്നവനെക്കുറിച്ചാണ് തിരുവചനം പറയുക. ആരാണ് നീതിപൂർവം പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ നീതിയുടെ മാനദണ്ഡം എന്നാണ് POC ബൈബിള് ആ സങ്കീർത്തനത്തിന് ശീർഷകം കൊടുത്തിരിക്കുന്നത് തന്നെ. നിഷ്കളങ്കമായി ജീവിക്കുക, ഹൃദയം തുറന്ന് സത്യം പറയുക, പരദൂഷണം പറയുകയോ സ്നേഹിതനെ ദ്രോഹിക്കുകയോ അയൽക്കാരനെതിരെ അപവാദം പരത്തുകയോ ചെയ്യാത്തവൻ, ദുഷ്ടനെ പരിഹാസ്യനായി കരുതുകയും ദൈവഭക്തനോട് ആദരം കാണിക്കുകയും നഷ്ടം സഹിച്ചും പ്രതിജ്ഞ നിറവേറ്റുകയും ചെയ്യുന്നവൻ, കടത്തിന് പലിശ ഈടാക്കുകയോ നിർദോഷിക്കെതിരെ കൈക്കൂലി വാങ്ങുകയോ ചെയ്യാത്തവൻ, ഇങ്ങനെ ജീവിക്കുന്നവൻ നിർഭയനാണ്, അവൻ നീതിമാനാണ്, അവൻ ഒരിക്കലും ഇളകുകയില്ല എന്നാണ് സങ്കീർത്തകൻ പറയുന്നത്. നമ്മുടെ കുടുംബങ്ങളെ ഏത് തിരമാലയിലും ഇളകാത്ത ഭവനമാക്കി നിലനിർത്തുന്നത് നീതിയുടെ അടിത്തറമേൽ ആ ഭവനം പണിത് കഴിയുമ്പോഴാണ്. പ്രിയപ്പെട്ടവരെ, അന്യായത്തിൻ്റെ, അശുദ്ധിയുടെ, മറ്റുള്ളവരുടെ കണ്ണുനീരിൻ്റെ വില കൊണ്ട് നമ്മുടെ കുടുംബത്തിൽ യാതൊന്നും സമ്പാദിക്കുന്നില്ല എന്നുള്ള തിരിച്ചറിവ്, നിർബന്ധ ബുദ്ധി നമുക്ക് ആവശ്യമുണ്ട്. ഒരു കുടുംബത്തെ തിരുക്കുടുംബമാക്കണമെങ്കിൽ യൗസേപ്പിതാവിൻ്റെ ഈ മനസ്സ് നമുക്ക് ആവശ്യമുണ്ട്. യൗസേപ്പിതാവ് നീതിമാനായൊരു പിതാവായിരുന്നു. അവിടുത്തെ അമ്മയെക്കുറിച്ച് സുവിശേഷത്തിലൊരു വചനമുണ്ട്. തിരുക്കുടുംബത്തിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ച് വചനം പറയുന്ന, അവളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാറ്റിൻ്റെയും പിന്നിൽ ദൈവത്തിൻ്റെ കരമുണ്ട്, ദൈവത്തിൻ്റെ ഇടപെടലുണ്ട് എന്ന ബോധ്യത്തോടെ ആ അമ്മ ജീവിച്ചു. ദൈവത്തിൻ്റെ ഇടപെടലുകളെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന ഒരമ്മ. അവിടുത്തെ മകനെക്കുറിച്ച് തിരുവചനത്തിൽ പറയുന്നുണ്ട്, അവൻ അവർക്ക് വിധേയനായി ജീവിച്ചു, പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും അവൻ വളർന്നു വന്നു. പ്രിയപ്പെട്ടവരെ, യൗസേപ്പിതാവിൻ്റെ കുടുംബത്തിലെ 3 അംഗങ്ങളുടെയും മഹത്വം, അതാണൊരു കുടുംബത്തെ തിരുക്കുടുംബമാക്കുന്നത്. നീതിമാനായ പിതാവ്, സത്യവും നീതിയും മറന്ന് ഒന്നും ചെയ്യില്ല, ദൈവഹിതത്തിന് വിരുദ്ധമായതൊന്നും ചെയ്യാത്ത ആ ജീവിതം, സംഭവിക്കുന്നതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ശാന്തമാകുന്നൊരമ്മ, മാതാപിതാക്കൾക്ക് വിധേയരായി ജീവിക്കുന്ന മക്കൾ, പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വരുന്ന കുടുംബാംഗങ്ങൾ. പ്രിയപ്പെട്ടവരെ, കുടുംബത്തെ തിരുക്കുടുംബമാക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും മുൻപിൽ വിശുദ്ധ യൗസേപ്പിതാവ് ഒരു മാതൃകയാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തകർച്ചകൾ, വീഴ്ചകൾ വന്നുപോയിട്ടുണ്ട് എങ്കിൽ അവയെ പരിഹരിക്കാൻ വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ മാതൃക നമുക്ക് സ്വന്തമായി സ്വീകരിക്കാം. സൽക്രിയയായിട്ട് നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളെ കുറെ കൂടി ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ, അവരെ കൂടുതൽ ആത്മാർത്ഥതയോടെ അവരോട് സംസാരിക്കാൻ, കൂടുതൽ തവണ അവരകലങ്ങളിലാണെങ്കിൽ ഫോൺ വിളിച്ച് സംസാരിക്കാൻ, ഹൃദ്യമായ ബന്ധങ്ങൾ സൂക്ഷിക്കാൻ നമുക്ക് തീരുമാനമെടുക്കാം. ദൈവം എല്ലാ കുടുംബങ്ങളെയും തിരുക്കുടുംബമാക്കി മാറ്റാൻ വിശുദ്ധ യൗസേപ്പ് പിതാവ് വഴി അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.